ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിയന്ത്രണം പൂർണ്ണമായി കേന്ദ്രത്തിന് പിടിച്ചെടുക്കാൻ കഴിയുന്ന വികസിത് ഭാരത് ശിക്ഷ അധിസ്ഥാൻ ബില്ലിനെതിരെ എതിർപ്പ് ശക്തം. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സർക്കാരുകൾക്ക് പുറമെ NDA സഖ്യകക്ഷികൾക്കും എതിർപ്പുണ്ട്. JPC യോഗത്തിൽ TDP ആണ് ആശങ്ക അറിയിച്ചത്. ബില്ലിലെ പല വ്യവസ്ഥകളും സംസ്ഥാനങ്ങളുടെ നിയമനിർമ്മാണ അധികാരത്തെ ഇല്ലാതാക്കുന്നതെന്നാണ് നിലപാടാണ് TDPക്ക്. സംസ്ഥാനങ്ങളുമായി ചർച്ച വേണമെന്നും TDP ആവശ്യപ്പെട്ടു. ER രാഗേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. രാകേഷ്, ഇത് സംസ്ഥാനങ്ങളുടെ അവകാശം കവരുന്ന ഒരു ബില്ല് എന്ന നിലക്കാണോ ഇപ്പോൾ വിലയിരുത്തുന്നത്? എന്തൊക്കെയാണ് പ്രതിപക്ഷം വിമർശനമായി ഉന്നയിക്കുന്ന കാര്യങ്ങൾ? വിശദാംശങ്ങൾ. ശ്യാമലി, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പൊളിച്ചെഴുത്തിന് ഇടയാക്കുന്നതാണ് ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്ന, അതായത് വികസിത് ഭാരത് ശിക്ഷ അധിസ്ഥാൻ എന്ന ബില്ല്. കാരണം കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിൽ ഈ ബില്ല് അവതരിപ്പിച്ചിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആ ബില്ല് അവതരിപ്പിച്ചപ്പോൾ തന്നെ എതിർപ്പ് ശക്തമായിരുന്നു. പ്രത്യേകിച്ച് അന്ന് പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ തന്നെ എതിർപ്പിനെ തുടർന്നാണ് അത് JPCക്ക് വിടാൻ തീരുമാനിക്കുകയും പിന്നീട് JPC ഒക്കെ തന്നെ നിയമിച്ചതും. D പുരന്തേശ്വരി ആന്ധ്രയിൽ നിന്നുള്ള അംഗം കൂടിയാണ്. അവർ അധ്യക്ഷയായ സമിതി ഏതായാലും റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുകയാണ്. സഭാ സമ്മേളനം ഏതായാലും 20-ാം തീയതി ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സഭാ സമ്മേളനത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ ഈ റിപ്പോർട്ട് വരാനിരിക്കെ ഏതായാലും ഒരു സമവായത്തിലെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ ഇത്തരത്തിൽ സമവായം പ്രതിപക്ഷ പാർട്ടികളുമായി ഉണ്ടാകാറില്ല. പക്ഷേ ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഭരണകക്ഷിയിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ തന്നെ ഈ ബില്ലിലെ വ്യവസ്ഥകളെ ചോദ്യം ചെയ്തുകൊണ്ടും ആശങ്ക അറിയിച്ചുകൊണ്ടും രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. കാരണം ഈ ബില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥകളിലൊന്ന് UGC ഒപ്പം തന്നെ NCTA എന്നിവയ്ക്ക് പകരം ഏക സംവിധാനം നിലവിൽ വരുന്നതാണ്. ഏതായാലും JPC യോഗത്തിൽ പരസ്യമായ ഒരു ആശങ്ക TDP പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും JPC യോഗത്തിൽ അവർ അവരുടെ എതിർപ്പ് ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനങ്ങളുടെ അധികാരം കവരുന്നതാണ് ബില്ലിലെ പല വ്യവസ്ഥകളും. ഒപ്പം തന്നെ 11-ാം വകുപ്പിനെ ഒക്കെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ഏതായാലും TDP രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ബില്ലുമായി കേന്ദ്രം മുന്നോട്ട് പോകുന്നതിന് മുൻപ് സംസ്ഥാനങ്ങളുമായി ഈ വിഷയത്തിൽ ചർച്ച നടത്തണം, സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ തേടണം തുടങ്ങിയ കാര്യങ്ങളാണ് TDP പ്രധാനമായും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. TDP നിലവിൽ NDA സഖ്യ സർക്കാരാണ് ഭരിക്കുന്നത്. അതിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാർട്ടിയാണെന്ന പ്രത്യേകത കൂടിയുണ്ട്. മാത്രവുമല്ല, സഖ്യകക്ഷികൾക്ക് മാത്രമല്ല ഈ വിയോജിപ്പുള്ളത്. മധ്യപ്രദേശ് BJP തുടർച്ചയായി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ്. അവിടെ മധ്യപ്രദേശ് സർക്കാരും ഈ ബില്ലിലെ പല വ്യവസ്ഥകളെയും ചോദ്യം ചെയ്തുകൊണ്ടും ആശങ്ക അറിയിച്ചുകൊണ്ടും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രവുമല്ല, മേഘാലയയിലെ NPP അവരും NDAയുമായി ചേർന്ന് നിൽക്കുന്നതാണ്, നേഡ സഖ്യത്തിൻ്റെ ഭാഗമാണ്. അവരും എന്തൊക്കെയാണ് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിൻ്റെയും അധികാരങ്ങൾ പുതിയ ബില്ലിൽ അത് വ്യക്തമാക്കണം എന്നറിയിച്ചുകൊണ്ട് ഇപ്പോൾ ഏതായാലും രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ തോതിലുള്ള എതിർപ്പ് ശക്തമാണ്. കോൺഗ്രസ് ഇപ്പോൾ ഏതായാലും എല്ലാ സർക്കാരുകളോടും, പ്രതിപക്ഷ ഭരിക്കുന്ന സർക്കാരുകളെന്നല്ല സംസ്ഥാന സർക്കാരുകളോട് ഒന്നായി ആവശ്യപ്പെടുന്നത് ഈ ബില്ല് ഫെഡറൽ വ്യവസ്ഥയ്ക്ക് ലംഘിക്കുന്നതാണ്. അപ്പോൾ ഇതിനെ ഒറ്റക്കെട്ടായി ചെറുക്കണമെന്നൊരു ആവശ്യം കോൺഗ്രസും മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പല സർവകലാശാലകളും ഇതിനോടകം തന്നെ JPCക്ക് കത്ത് എഴുതുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ബനാറസ് ഹിന്ദു സർവകലാശാല അടക്കം വിവിധ സർവകലാശാലകളും ഇതിനോടകം തന്നെ JPCക്ക് അവരുടെ ആശങ്കകളും പ്രതിഷേധവും അറിയിച്ച് കത്ത് നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ ബില്ലുമായി മുന്നോട്ട് പോകും എന്ന നിലപാടിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോഴുള്ളത്. ശ്യാമിലി. ശരി, ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്.